ഇവിടയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കീ ഡെവലപ്മെൻറ്റുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയും ഫിലിപ്പൈൻസും തമ്മിലുള്ള ഡിഫൻസ് ഡീൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോവാണ്. എക്സ്റ്റെൻഡഡ് ഡിസ്റ്റൻസ് റേഞ്ച് കവർ ചെയ്യുന്ന രീതിയിലുള്ള ബ്രഹ്മോസ് മിസൈൽ ഫിലിപ്പൈൻസിന് ഇന്ത്യ ഓഫർ ചെയ്തിട്ടുണ്ട്. സൗത്ത് ചൈന സീയിൽ ടെൻഷൻ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ ഈ ഓഫർ ഫിലിപ്പൈൻസിന് മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ അർമേനിയ ഡിഫൻസ് ഡീൽ തുർക്കിക്ക് ഒരു തലവേദനയായിട്ട് മാറുന്നുണ്ട്. തുർക്കിയുടെ അറബ് നാറ്റോ അല്ലെങ്കിൽ ഇസ്ലാമിക് നാറ്റോ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കുറച്ച് ഇസ്ലാമിക് രാജ്യങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് തുർക്കി, അസർബൈജാൻ, പാകിസ്ഥാൻ ഇത്തരത്തിൽ കുറച്ച് രാജ്യങ്ങളുണ്ടല്ലോ, ഇവരുടെ ഈ കൂട്ടായ്മയ്ക്കെതിരെയുള്ള വളരെ ശക്തമായിട്ടുള്ള നിലപാടാണ് ഇന്ത്യ അർമേനിയ ത്രൂ എടുത്തിരിക്കുന്നത്. അർമേനിയയും ഇന്ത്യയും തമ്മിലുള്ള ഡിഫൻസ് ഡീൽ ശരിക്കും തുർക്കിയെ അമ്പരപ്പിച്ചിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഇന്ത്യ മെഡിറ്ററേനിയൻ ഏരിയയിൽ കൃത്യമായിട്ട് കരുക്കൾ നീക്കുന്നത് തുർക്കിയെ വരിഞ്ഞു മുറുക്കുന്നതിന് തുല്യമാണ് എന്നുള്ള തരത്തിലുള്ള നിലപാട് തുർക്കിക്കൊണ്ട് തുർക്കി അതിനെതിരെ തന്നെ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെ ഇന്ത്യക്കെതിരെയുള്ള നിലപാട് എന്നുള്ള തരത്തിൽ ഇന്ത്യയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ അവരുടെ ഡിപ്ലോമാറ്റിക് ലാംഗ്വേജിൽ ഉണ്ടാക്കുന്ന മാറ്റം, ആ മാറ്റം തുർക്കി ഇപ്പം വെളിപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. അത് ഗ്രീസിനെതിരെ, സൈപ്രസിനെതിരെയൊക്കെ തുർക്കി സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് ഓപ്പണായിട്ട് തന്നെ ഇന്ത്യയുടെ പേര് എടുത്ത് പറയുകയാണ് തുർക്കി. ഇത് ഇന്ത്യക്കെതിരെ നിലപാടെടുത്തുകൊണ്ട് പാകിസ്ഥാനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ തുർക്കി അന്ന് ആലോചിക്കണമായിരുന്നു. ഇന്ത്യ ഒരു ശക്തമായിട്ടുള്ളൊരു കൂട്ടായ്മ എന്തിനാണെന്ന് പറഞ്ഞാൽ റെയർ എർത്ത് എലമെൻസുമായിട്ട് ബന്ധപ്പെട്ട നോൺ ചൈന ക്രിട്ടിക്കൽ മിനറൽ സപ്ലൈ ചെയിനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ചൈനയ്ക്ക് ബദലായിട്ട് ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയാണ്. അതിൽ നേതൃത്വ നിരയിലേക്ക് തന്നെ ഇന്ത്യയുടേതായിട്ടുള്ള ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നോൺ ചൈന ബെൽറ്റാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. കാരണം ചൈനയുടെ ഡിപ്പെൻഡൻസി ഇല്ലാതെ നമുക്ക് റെയർ എർത്ത് എലമെൻറ്റ്സ് സ്വന്തമാക്കാൻ കഴിയണം. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഈ ബദൽ പ്രോജക്റ്റ്. ഇതിനകത്ത് ഞാൻ പേരെടുത്ത് ഓരോ രാജ്യങ്ങളായിട്ട് പറയുന്നില്ല. ഇതിനകത്ത് ആഫ്രിക്കൻ റീജിയനിലുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. 40 രാജ്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം മെമ്പറായിരിക്കുന്നത്. 30 to 40 കൺട്രീസ് എന്നാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഈ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഒരു സെപ്പറേറ്റ് ബ്ലോക്കായിട്ട് റെയർ എർത്ത് എലമെൻറ്റ്സ്, അത് നോൺ ചൈന ക്രിട്ടിക്കൽ മിനറൽ എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് രൂപീകരിക്കുകയാണ്. ഇന്ത്യ സ്ട്രെങ്തനിങ് എനർജി ഡെലിവറി LNG സപ്ലൈ കൺഫേംഡ് ഫ്രം നോർവേയിൽ നിന്നും LNG ഇന്ത്യ കൺഫേം ചെയ്തിട്ടുണ്ട്, ഡെലിവറി ആകുന്നുണ്ട് ഇന്ത്യയിലേക്ക്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ സ്പോക്സ് പേഴ്സണായിട്ടുള്ള രൺധീർ സിംഗ് ജയ്സ്വാലാണ് ഈ ഒരു മെസ്സേജ് കൺഫേം ചെയ്തത്. നോർവേയിൽ നിന്നും ഇന്ത്യ LNG വാങ്ങുന്നുള്ള വിഷയം തന്നെ ഇന്ത്യയുടെ ഫോറിൻ മിനിസ്ട്രിയാണ് കൺഫേം ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ വെപ്പൺ പരേഡ് ഇൻ അർമേനിയ അത് തുർക്കിയെ വല്ലാത്ത രീതിയിൽ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്. അജിത് ഡോവൽ മോസ്കോയിൽ നടന്ന മീറ്റിങ്ങിൽ വെച്ചിട്ട് പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ തീവ്രവാദത്തിനെതിരെ ഒരു രാജ്യങ്ങളും ഡബിൾ സ്റ്റാൻഡ് എടുക്കാൻ പാടില്ല, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള നിലപാടായിരിക്കണം. എല്ലാ രാജ്യങ്ങളുടെ താല്പര്യവും തീവ്രവാദത്തിന് എതിരായിരിക്കണം. അല്ലാതെ തീവ്രവാദത്തിനെ അനുകൂലിക്കുന്ന തരത്തിലും പിന്നെ അനുകൂലിക്കാത്ത തരത്തിലും അങ്ങനെ ഒരു ഡബിൾ സ്റ്റാൻഡ് എടുക്കാൻ പാടില്ല. തീവ്രവാദികളോട് ഇൻഡയറക്റ്റായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾക്കെതിരെയാണ് അജിത് ഡോവൽ ഈ വിഷയം പറഞ്ഞു വെച്ചത്. പ്രത്യേകിച്ച് പാകിസ്ഥാനാണ് ഈ നിലയിൽ പ്രവർത്തിക്കുന്ന രാജ്യം തന്നെ തീവ്രവാദ രാജ്യമാണ്. ഈ വർദ്ധിച്ചു വരുന്ന കോംപ്ലക്സിറ്റി ഓഫ് വേൾഡ് ഇഷ്യൂസിൽ അജിത് ഡോവൽ റഷ്യയുടെ സെക്രട്ടറി ഓഫ് ദ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ തലപ്പത്തുള്ള സെർജയ് ഷോയ്ഗുവിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഡിഫൻസ് ആൻഡ് എനർജി കോപ്പറേഷൻ, ഡിഫൻസും അതേപോലെ എനർജി, ക്രൂഡ് ഓയിൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കോപ്പറേഷൻ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സ്ട്രാറ്റജിക് മിനറൽ ഡീൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഈ ലാസ്റ്റ് 2 ഡേയ്സിന് മുമ്പാണ് സൈൻ ചെയ്തത്. ബയലേറ്ററൽ ക്രിട്ടിക്കൽ മിനറൽ ഫ്രെയിംവർക്കിലാണ് രണ്ട് രാജ്യങ്ങളും സൈൻ ചെയ്തിരിക്കുന്നത്. മാർക്കോ റൂബിയോ ഇന്ത്യയിലുണ്ടായിരുന്ന സമയത്താണ് ഈ എഗ്രിമെൻറ്റ് ഒപ്പുവെച്ചത്. മെസഗോൺ ഡോഗ് എന്ന് പറഞ്ഞ കമ്പനി ഇന്ത്യയിൽ മഹാരാഷ്ട്രയ്ക്കുള്ളിൽ വലിയ ഷിപ്പ്യാർഡിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പ്രൊപ്പോസൽ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് 4150 കോടിയുടെ പ്രോജക്റ്റാണ്. ഓസ്ട്രേലിയയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ റിച്ചാർഡ് മാൽസ് ഇന്ത്യ സന്ദർശിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററുമായിട്ട് ചർച്ച നടത്തി ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഡിഫൻസ് കോപ്പറേഷൻ ശക്തിപ്പെടുത്താനുള്ള ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാനാണ് പുള്ളിക്കാരൻ ആഗ്രഹിക്കുന്നത്. 2 ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒമാനിന് ഒരു താക്കീത്, ഒരു മുന്നറിയിപ്പ്, ഒരു വാണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാനോടൊപ്പം ചേർന്ന് നിന്ന് ടോള് പിരിച്ച് ആ പൈസ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒമാനിന് മേളിലും ആക്രമണം നടത്താൻ മടിക്കില്ല എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയിരുന്നത്. അതിനെ തുടർന്ന് ഒമാനിന് സോളിഡാരിറ്റി പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്.
ഒമാൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങൾ ഒപ്പത്തിനൊപ്പം കട്ടയ്ക്ക് കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയുടെ ട്രംപിൻ്റെ ഭീഷണിയൊന്നും വലിയ കാര്യമായിട്ട് കരുതേണ്ടതില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ, ഓള് പിരിച്ചെടുക്കാം, നല്ല പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു സപ്പോർട്ട്, മോറൽ സപ്പോർട്ട് ഇറാൻ ഒമാന് നൽകിയിട്ടുണ്ട്. ഇനി ഒമാനാണ് ഇതിൻ്റെ തീരുമാനമെടുക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ അമേരിക്ക മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാത്ത രീതിയിൽ പെരുമാറുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ മീഡിയേഷൻ, ഒമാൻ ഒരു മീഡിയേറ്റർ രാജ്യമായിരുന്നു, ഖത്തർ ഒരു മീഡിയേറ്റർ രാജ്യമായിരുന്നു. ഈ പേർഷ്യൻ ഗൾഫിൽ കിടക്കുന്ന രണ്ട് രാജ്യങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് പാകിസ്ഥാനെ മീഡിയേറ്ററായിട്ട് വെച്ചത് കൊണ്ടുള്ള ദൂഷ്യഫലമാണ് ഇപ്പം അനുഭവിക്കുന്നത്. കാരണം ഒമാനെയോ ഖത്തറിനെയോ മീഡിയേറ്ററായിട്ട് വെച്ചിരുന്നെങ്കിൽ ഇറാന് വേണ്ടിയിട്ട് ടോൾ പിരിക്കുന്നതിന് അനുകൂല നിലപാട് ഒരിക്കലും ഒമാൻ പോലത്തെ രാജ്യങ്ങളൊക്കെ എടുക്കൂലായിരുന്നു. അതിന് വഴിയൊരുക്കിയത് ഈ പാകിസ്ഥാനെ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ്. പാരീസ് ആണെന്നുണ്ടെങ്കിൽ ഇസ്രായേലിനെതിരെ ഇന്റർനാഷണൽ ലെവലിൽ കേസ് ഫയൽ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഫ്ലോട്ടിലയിൽ വന്ന ആൾക്കാരെ ഉപദ്രവിച്ചതിനെ ചൊല്ലി അവരെ ബ്രൂട്ടലായിട്ട് മർദ്ദിച്ചു എന്നതിൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യാനാണ് ഇപ്പം ഫ്രാൻസ് മുന്നോട്ടിറങ്ങുന്നത്. ലെബനൻ പാർലമെൻറ്റ് ഇസ്രായേലും ലെബനനും തമ്മിലുള്ള ചർച്ച, ഡയറക്റ്റ് ടോക്കിനെ ചർച്ചയ്ക്കെടുക്കാൻ പോലും തയ്യാറായില്ല, റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം ആ വിഷയം ഇൻഡയറക്റ്റായിട്ട് അമേരിക്ക ത്രൂ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഈ വിഷയത്തിൽ ഓപ്പണായിട്ട് ലെബനൻ ഗവൺമെൻറ്റിന് നിലവിൽ ഒന്നും തന്നെ ചെയ്യാനില്ല. അവർ ഹെൽപ്ലെസ് സിറ്റുവേഷനാണ്. ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഹാഫ് ഓഫ് ദ ലെബനാൻ വരെ അവർ ഒക്കുപ്പൈ ചെയ്ത് കഴിഞ്ഞു. അത്തരത്തിലാണ് അവരുടെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ 36 ബറ്റാലിയൻ IDF ട്രൂപ്പ് ലിറ്റാനി റിവർ ക്രോസ് ചെയ്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തുച്ഛമായ ഡ്രോണുകൾ മാത്രം വെച്ചുകൊണ്ടുള്ള റിറ്റാലിയേഷനാണ് ഹിസ്ബുള്ളയുടെ സൈഡിൽ നിന്നുമുള്ളത്. ഓൾമോസ്റ്റ് ഹിസ്ബുള്ളയുടെ കയ്യിലെ സ്റ്റോക്ക് പൈൽസ് എല്ലാം അവസാനിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ കയ്യിൽ ഇനി കൈത്തോക്കുകളും അതിലുപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെടിയുണ്ടകൾ മാത്രമേ അവരുടെ കയ്യിലുള്ളത് ഇപ്പോൾ. അല്ലാതെ വേറൊന്നും തന്നെ ഇപ്പം അവരുടെ കയ്യിലില്ല. കാരണം സപ്ലൈ ഒക്കെ പൂർണ്ണമായിട്ടും ഇസ്രായേൽ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ജോസഫ് ആവോൺ നയിക്കുന്ന ലെബനാൻ ഗവൺമെൻറ്, അമേരിക്കൻ സൈഡിൽ നിൽക്കുന്ന ലെബനാൻ ഗവൺമെൻറ് ഇപ്പം സൈലൻ്റ് ആയിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അവർ പാർലമെൻറ്റിൽ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാൻ വിസമ്മതിച്ചത്. നെതന്യാഹു 70% ഗാസ പിടിച്ചെടുക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഗാസയ്ക്കുള്ളിലുള്ള IDF ഉദ്യോഗസ്ഥർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുള്ളതായിട്ടാണ് വാർത്തകൾ വരുന്നത്. ഇറാൻ്റെ വിഷയത്തിൽ ഫൈനൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ട്രംപ് ഒരുപാട് നേരം മീറ്റിങ്ങിലിരുന്ന് സംസാരിച്ചെങ്കിലും അവസാനം ഒരു തീരുമാനം എടുക്കാത്ത രീതിയിലാണ് മീറ്റിംഗ് അവസാനിച്ചതായിട്ട് വാർത്തകൾ വരുന്നത്. അപ്പോൾ ഈ മീറ്റിങ്ങിൽ ഒരു തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഇറാൻ വഴങ്ങുന്നില്ല എന്നുള്ളതാണ്. ട്രംപ് ശരിക്കും ഒരു നോക്കുകുത്തിയെ പോലെ ഇങ്ങനെ 24 മണിക്കൂറും ഡീൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ കേട്ട ഭാവം നടിക്കുന്നില്ല. അതാണ് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറാൻ ഒരു സൈഡിൽ മിസൈൽ കൊണ്ട് സംസാരിക്കാനാണ് അവർക്ക് താല്പര്യമെന്നാണ് അവരുടെ പാർലമെൻറ്റ് സ്പീക്കർ ഗാലിബാഫ് പറഞ്ഞിരിക്കുന്നത്. IRGCയുടെ ലാംഗ്വേജ് വളരെ ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞു. അമേരിക്ക ആണെന്നുണ്ടെങ്കിൽ ഡീൽ ഇപ്പോൾ വരും, ഇച്ചിരി കഴിഞ്ഞ് വരും, നാളെ വരും, മറ്റന്നാൾ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ജസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിനെ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താൻ മാത്രമാണ് ഇത് ഉപകാരപ്പെടുന്നത്. അതിലുപരിയായിട്ട് ഒരു രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സും ഇതിലുണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.